മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മളോടൊപ്പമുണ്ട്. മിനിസ്റ്റർ, ഈ പ്രതിഷേധത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തി എന്താണ്? അല്ല, ഇത് ഇന്ത്യ എന്ന രാജ്യം ഇന്ത്യയായി നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. സംസ്ഥാനങ്ങളെ എല്ലാ നിലയിലും പിന്തുണക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കി അവർക്ക് താല്പര്യമില്ലാത്ത നയങ്ങൾ നടപ്പിലാക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ അവരെ വകവരുത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ അധികാരവും ഉപയോഗിക്കുന്ന ഇന്ത്യ അല്ലാതായി മാറാൻ സാധ്യതയുള്ള ഒരു അപകടകരമായ പ്രവണതയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 7.5 വർഷക്കാലം രാജ്യത്തെ ഏതൊരു സംസ്ഥാന സർക്കാരിനും മാതൃകയാക്കാവുന്ന നിലയിൽ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ്. ആ ബദൽ നയങ്ങൾ മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആധികാരികമായ പഠനം നടത്തിയ ഏജൻസികൾ പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് എന്ന് ഐകകണ്ഠേന പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത്. അത് ഇടതുപക്ഷ ബദലിനുള്ള അംഗീകാരമാണ്. എന്നാൽ ആ ഇടതുപക്ഷ ബദലിനെ വല്ലാതെ ഭയപ്പെടുകയും ഇടതുപക്ഷ ബദൽ രാജ്യമാകെ പടരുന്നത് അപകടകരമാണോ, സ്വന്തം കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോകുമെന്നുള്ള കേന്ദ്രത്തെ നയിക്കുന്ന BJPയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു ധാരണയാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾക്ക് കാരണം. അതിൻ്റെ കണക്കുകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഇവിടെ പലരും ആ കണക്കൊക്കെ പറഞ്ഞു കാണും. കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല. കേരളത്തിന് അർഹതപ്പെട്ടത് നൽകാതിരിക്കുന്നതിന് പിന്നിലുള്ള കാരണമെന്ത്? അതാണ് പ്രശ്നം. ആ കാരണം രാഷ്ട്രീയ പകപോക്കലാണ്. അപ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടത് ലഭിക്കാൻ കേരളത്തിലാകെ ഇതിൻ്റെ പ്രചരണം ശക്തിപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിലെ 1ാം ക്ലാസ്സിലെ കുട്ടി വരെ ഇപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് നൽകുന്നില്ല. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നമാണ്. കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെയും പ്രശ്നമാണ്. ആ നിലയിൽ കേരളത്തിൽ ഇത് വലിയ നിലയിൽ ഇപ്പോൾ തന്നെ ശക്തമായ പ്രചരണം ആയിക്കഴിഞ്ഞു. ഇനി കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്, മുഖ്യമന്ത്രി, മന്ത്രിമാര്, ഞങ്ങൾ MLA മാർ, ജനപ്രതിനിധികൾ ജന്തർ മന്ദറിൽ കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ കേരളത്തിന്റെ ശക്തമായ സമരം തുടങ്ങാൻ പോവുകയാണ്. 10:40 മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ജന്തർ മന്ദറിലേക്ക് എത്തും. മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ പ്രതികരിച്ചത്.